കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശുശ്രൂഷ അനേകരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് കാരണമായി എന്നറിഞ്ഞതിൽ ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സഹകരണത്തിനും നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളും സഹകരണങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് വചനപഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പ്രിയ പി ടി തോമസ് സാർ തുടർന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ സമൂഹം മുഴുവൻ വിഷമകരമായ ഒരു പ്രതിസന്ധിയിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഓരോ ദിവസവും കൺമണി പോലെ നമ്മയൊക്കെ പരിപാലിച്ച് അവിടുത്തെ മഹത്വത്തിനായി നിർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നാം ശാരീരികമായി സുഖത്തോടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നിത്യജീവന് വേണ്ടി നാം എത്രമാത്രം ഓരോ ദിവസവും ഒരുങ്ങുന്നു എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ പ്രധാനം. നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തരുന്ന അവസരമാണ് ഈ ആയുസ്. ഓരോ ദിവസവും ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിക്കുമ്പോൾ നാം ഓരോ പടി കൂടി ക്രിസ്താനുരൂപരായി, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നവരായി, യേശുക്രിസ്തു എന്ന ആത്മമണവാളിന് യോജിച്ച ഒരു മണവാട്ടി എന്ന പോലെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഒരുക്കത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കർത്താവ് പറയുമ്പോൾ എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുത്താൻ എനിക്ക് യോഗ്യനല്ല, എന്നെക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുത്താൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് യേശുവിൻ്റെ ക്രൂശല്ല, അവനവന് ദൈവം നൽകിയിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. എനിക്ക് യോഗ്യനാകുക എന്നുള്ളതാണ് കർത്താവിൻ്റെ വചനം ആവർത്തിച്ച് നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന സ്വർഗത്തിൽ പോകണം, ഇന്നത് കൂടെ ചെയ്താൽ സ്വർഗത്തിൽ പോവുകയല്ലേ, ഇന്നത് ചെയ്തില്ലെങ്കിൽ പോകത്തില്ലെന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കടന്നു കയറുക എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ കർത്താവിന് നമ്മളെ ഓർപ്പിക്കാനുള്ളത്, എനിക്ക് യോഗ്യനാണോ, ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ഓരോന്നും യോഗ്യമാണോ, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ യോഗ്യമായ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തരുന്ന ഈ അവസരം ദൈവം നമുക്ക് കൃപയും നൽകട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. മാത്രമല്ല, എത്രയും വേഗം നമ്മുടെ സാമൂഹ്യ ജീവിതം മുമ്പേക്കാൾ കൂടുതൽ സുഗമമായി തുടരത്തക്കതുപോലെ ദൈവം ഈ വ്യാധിയെ നിയന്ത്രിച്ച് നമ്മുടെ സമൂഹത്തെ സ്വതന്ത്രരാക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ വളരെ സമർപ്പണത്തോടെ വിനയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് നമ്മോട് കരുണയുണ്ടാകട്ടെ. നാം തിരുവെഴുത്തിൽ വായിക്കുന്നല്ലോ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. കർത്താവ് ചെയ്യുന്ന ഏത് കാര്യവും ദൈവസഭയുടെ ഒരുക്കവുമായി ബന്ധപ്പെട്ടാണ്. ദൈവസഭ തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ്, തങ്ങളെ ആകാത്ത വഴികളെ വിട്ടുപിരിഞ്ഞ് ദൈവമുഖം അന്വേഷിച്ച് വിശ്വാസത്തോടും വിനയത്തോടും സമർപ്പണത്തോടും കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശം രോഗാതുരമായിരിക്കുന്നത് ദൈവമക്കളുടെ ഒരുക്കമില്ലായ്മ, ദൈവമക്കളുടെ അയോഗ്യമായ ജീവിതം കൊണ്ടാണ്. സഭയെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുവാനാണ് കർത്താവ് ജനസമൂഹങ്ങളോട് ഇടപെടുന്നത്. അതിനാൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ ഈ അവസരം കർത്താവ് കൃപ നൽകട്ടെ. റോമാലേഖനം നമ്മൾ തുടർച്ചയായി ചിന്തിച്ചു വരുമ്പോൾ ഈ ആശയം വ്യക്തമായി എൻ്റെ 2-ാം ഭാഗത്ത് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ 11 അധ്യായങ്ങൾ താത്വികവും പ്രമാണപരവുമായ കാര്യങ്ങൾ, ഡോക്ട്രിനൽ പാർട്ടാണെങ്കിൽ 2-ാമത്തെ ഭാഗം 12-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെയുള്ള ഭാഗം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം ക്രിസ്താനുരൂപരാകുന്നതിനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന അനേക ദൈവിക പ്രമാണങ്ങളും ഉപദേശങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രായോഗിക ജീവിതത്തിൽ നാം ക്രിസ്താനുരൂപരാകുവാനായിട്ട് എങ്ങനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, അതിനെ സമ്മപ്പ് ചെയ്ത് അതിനെ ചുരുക്കി 12-ൻ്റെ 1-2 വാക്യങ്ങളിൽ പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം താഴോട്ട് പറഞ്ഞു വരികയാണ്. നമ്മെ തന്നെ ജീവനുള്ളൊരു യാഗമായി ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക, അതാണ് ആരാധന എന്ന് പറഞ്ഞ ശേഷം അതിനുള്ള വിശദീകരണമായിട്ടാണ് താഴോട്ട് 12-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം 13-ാം അധ്യായത്തിലും ഇപ്പോൾ നാം ചിന്തിച്ചു വരുന്ന 14-ാമത്തെ അധ്യായത്തിലും പൗലോസ് ശ്ലീഹ തുടരുന്നത്. ഈ 14-ാമത്തെ അധ്യായത്തിൽ
സഭയിലെ ആ ഐക്യത, അതിന് വിഘ്നം വരുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കണമെന്നും നാം കൂട്ടു സഹോദരങ്ങളാണെന്നും നാം ഓരോരുത്തരും ഒരേ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ദൈവവചനപ്രകാരം ദൈവസഭയിൽ അയ്മേനിയും തിരുമേനിയുമില്ല എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ചിലരെന്നും മറ്റ് സാധാരണക്കാരായ ചിലരെന്നും രണ്ട് തരത്തിലുള്ള അംഗങ്ങൾ ദൈവസഭയിലില്ല. അത് സത്യമാണോ? അതെ, ദൈവവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് 5 വിധ ശുശ്രൂഷക വൃന്ദത്തെ ദൈവസഭയുടെ പൊതുവായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ദൈവജനത്തിൻ്റെ ആത്മീയ വർധനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടും പരിശുദ്ധാത്മാവ് വിശേഷാൽ വേർതിരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ സഭയുടെ ഉന്നമനത്തിനു വേണ്ടിയും സഭയുടെ ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടിയും ദൈവത്താൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടേതായ സവിശേഷതകളൊന്നും അവരിലില്ല. പ്രിയപ്പെട്ടവരെ, അവർ ശുശ്രൂഷകന്മാരാണ്, ശുശ്രൂഷിക്കുവാൻ നിയമിക്കപ്പെട്ടവരാണ്. അല്ലാതെ സഭയുടെ മേൽ ഏതെങ്കിലും നിലയിൽ അധികാരം ചെലുത്തുന്നവരായിട്ടോ ഏതെങ്കിലും നിലയിൽ അവരെക്കാൾ കേമന്മാർ എന്ന് തങ്ങളെ തന്നെ ചിന്തിക്കുന്നവരായിട്ടോ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതാണ് സഭ ഐക്യമത്യത്തോടെ ഒരുപോലെ ഒരു ശരീരമെന്നതുപോലെ, ക്രിസ്തു എന്ന ശിരസിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശരീരമെന്നതുപോലെ ഏകാത്മാവിനാൽ ഏക ശരീരമാകുമാറ് കർത്താവിനായി മാത്രം സമർപ്പിക്കപ്പെട്ട നിലയിൽ ഐക്യമത്യത്തോടെ ജീവിക്കുവാനായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതാണ് 14-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹ വിശദീകരിച്ചു വരുന്നത്. നമ്മളതിൻ്റെ ആദ്യ ഭാഗം ചിന്തിച്ചല്ലോ. സംശയ വിചാരങ്ങളെ നമ്മൾ വിധിക്കരുത്. വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ആരാണ് വിശ്വാസത്തിൽ ബലഹീനൻ? നമ്മൾ ആ ഭാഗം അല്പം ചിന്തിക്കുകയുണ്ടായി. റോമിലെ സഭയും യഹൂദ വിശ്വാസത്തിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ചു വന്നവരും ഇതര ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു വന്നവരും ഉണ്ടായിരുന്നു. ഈ പെട്ടെന്ന് നമ്മൾ പരിചയിച്ചു പോന്നിരുന്ന പലതും പെട്ടെന്നങ്ങ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത് യഹൂദനെ സംബന്ധിച്ചും ഇതര ജാതികളെ സംബന്ധിച്ചും അവർ പരിചയിച്ചു പോന്നിരുന്നത് പെട്ടെന്നങ്ങ് നിർത്തുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പഴയ പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് അവിടെ ഒരു വേർതിരിവും അന്യോന്യം പഴിചാരാൻ അവൻ എന്നേക്കാൾ അത്രയും യോഗ്യനല്ല എന്നുള്ളൊരു ചിന്ത വരികയും, ഹോളിയർ ദാൻ ദ ആറ്റിറ്റ്യൂഡ്, ഞാൻ നിന്നേക്കാൾ കേമനാണ്, അയ്യോ എൻ്റെ ആ പഴയ പരിചയങ്ങൾ ഞാൻ പരിചയിച്ചു പോകുന്നത് അതൊക്കെ പ്രധാനമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന രീതി സഭയുടെ ഐക്യതയെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അതുണ്ടാകരുത് എന്നാണ് പൗലോസ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ വിശ്വാസത്തിൽ ബലഹീനൻ? പൗലോസ്ലീഹ ഗലാത്യ ലേഖനത്തിലും ഒക്കെ വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ സ്വീകരിച്ചു വന്ന വിശ്വാസികൾ, അവർ ന്യായപ്രമാണത്തിൻ്റെ നിയമാവലികൾ, ചിട്ടവട്ടങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, കീഴ്വഴക്കങ്ങൾ, ഭക്ഷ്യ നിയമങ്ങൾ, വിശേഷ ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കൽ ഇത്യാദി കാര്യങ്ങൾ പിന്നെയും അവരുടെ ജീവിതത്തിൽ അവർ വെച്ച് പുലർത്തിയിരുന്നു. പരിച്ഛേദന എന്ന കർമ്മമൊക്കെ അവർ വളരെ പ്രധാനമായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഇതര ജാതികളിൽ നിന്നും വിശ്വാസത്തിൽ വന്ന ആളുകൾ, അവർക്ക് അങ്ങനെയുള്ള പരിചയങ്ങളൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ യഹൂദ വിശ്വാസത്തിൽ നിന്ന് വന്നവർ ഇവരെയും കൂടി ആ യഹൂദ ജീവിത പശ്ചാത്തലത്തിലേക്ക് ആക്കിയിട്ട് മാത്രമേ അവർക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ തുടരുവാൻ സാധിക്കുകയുള്ളൂ എന്ന തെറ്റായ ഉപദേശം പഠിപ്പിക്കുകയും പൗലോസ്ലീഹ അതിനെതിരായി വളരെ ശക്തിയോടെ ദൈവാത്മ പ്രേരണയാൽ സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ പൗലോസ്ലീഹ ഇതര ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും വിശ്വാസത്തിൽ വന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തക്കതുപോലെയുള്ള പരിച്ഛേദന ഇത്യാദി കർമ്മങ്ങൾ പ്രധാനമല്ല എന്ന് തൻ്റെ ലേഖനങ്ങളിൽ വളരെ വിശദമായി പരാമർശിച്ചു. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യഹൂദന്മാരെ, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ തങ്ങൾ ഇച്ചിരി മെച്ചപ്പെട്ടവരാണെന്നുള്ള ചിന്തയുള്ളവരെയാണ് ഈ ബലഹീന വിശ്വാസികൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഇത് കണ്ടില്ലേ, ബലഹീനനോ സസ്യാദി, അതിൻ്റെ രണ്ടാമത്തെ വാക്ക്, ഒരുവൻ എല്ലാം തിന്നാം എന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു.
നോക്കണേ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ബലഹീനോ സസ്യാദികളെ തിന്നുന്നു എന്ന് പറയുമ്പം വെജിറ്റേറിയൻസ് ശരീരത്തിൽ ബലഹീനരായവരാണെന്നുള്ള അർത്ഥമല്ല. ഇവിടെ ബലഹീനത എന്ന് പറയുന്നത് ശാരീരികക്ഷമതയുടെ കാര്യമേ അല്ല, വിശ്വാസത്തിലെ ബോധ്യങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലാണ് പൗലോസ് ഇവിടെ നടത്തുന്നത്. വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ബോധ്യങ്ങളിൽ ചിലർ ബലഹീനരാണ്. ചിലർ പറയുന്നു മീൻസ് കോഷർ മീറ്റ് അത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ, അങ്ങനെ പറയുന്നു. നമുക്കറിയാം പൗലോസ്ലിഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യയിലെ വിശ്വാസികൾ പൗലോസ്ലിഹയോട് എഴുതി ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. പൗലോസ്ലിഹ അതിന് മറുപടി പറയുന്നുമുണ്ട്. അതായത് അക്കാലങ്ങളിൽ ചന്തകളിൽ, മാർക്കറ്റിൽ പല തരത്തിലുള്ള മാംസം വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. പ്രധാനമായിട്ടും പല ക്ഷേത്രങ്ങളിലും മീൻസ് ദേവപൂജയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലും യാഗം കഴിക്കുന്ന മൃഗങ്ങളുടെ മാംസം അത് പൊതുവിപണിയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ പൊതുവിപണിയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത് അത് വിഗ്രഹാർപ്പിതമല്ലേ, വിഗ്രഹത്തിന് വേണ്ടി അർപ്പിച്ചതല്ലേ, അത് ഭക്ഷിക്കാൻ പാടുണ്ടോ? ഇത് അന്ന് ഒരു ചിന്തയായിരുന്നു. അതാണ് പൗലോസ്ലിഹായോട് വിശദീകരണമായി ചോദിക്കുന്നതും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ്ലിഹ അതിന് മറുപടിയായി പറയുന്നതും. ഇത് ഇന്നത്തെ പശ്ചാത്തലത്തിലും നമുക്ക് പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യവും അതിൽ തന്നെ, ഒരു വസ്തുവും ഒരു ഭക്ഷണ പദാർത്ഥവും ഒന്നും അതിൽ തന്നെ തിന്മയല്ല, അതിൽ തന്നെ തിന്മയല്ല. എന്നാൽ നമ്മളതിനെ ഏത് നിലയിലാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതായിരിക്കണം അവസാന തീരുമാനമെടുക്കുന്നതിൽ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഭക്ഷണം അത് വിഗ്രഹം ഏതുമില്ല, അതിന് മുമ്പിൽ കൊണ്ടുവന്ന് അർപ്പിച്ചിരുന്നു എന്ന് വിചാരിച്ച് ആ ഭക്ഷണത്തിനകത്തേക്ക്, ആ മാംസത്തിനകത്തേക്ക് യാതൊരു തിന്മയും ഉൾപ്രവേശിക്കുന്നില്ല. എന്നാൽ അത് വിഗ്രഹാർപ്പിതമാണ് എന്നുള്ള ചിന്തയോടുകൂടി ഒരുവൻ ഭക്ഷിക്കുകയാണെങ്കിൽ അവൻ സംശയത്തോടുകൂടി ആയിരിക്കും അത് ഭക്ഷിക്കുന്നത്. അവൻ്റെ മനസ്സിലൊരു ഉറപ്പില്ലായ്മ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അവൻ്റെ മനസാക്ഷിയിൽ അവന് ഒരു ബലഹീനത ഉണ്ടാകുകയും, അയ്യോ ഞാൻ അങ്ങനെ ഭക്ഷിച്ചു പോയല്ലോ, അങ്ങനെ ഒരു ചിന്ത അവനുണ്ടായിട്ട് അവൻ ഒരു ബലഹീനതയിലേക്കും വിശ്വാസത്തിൽ അയയുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംശയമുള്ളവർ അത് ഒഴിവാക്കണം എന്നാണ് പൗലോസ്ലിഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 7-8 വാക്യങ്ങളിൽ പ്രത്യേകിച്ച് പറയുന്നത്. അത് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇന്നാണെങ്കിലും നമുക്കറിയാം, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുകയാണ്. നമ്മുടെ സ്നേഹിതന്മാരുണ്ട്, നമ്മുടെ അയൽക്കാരുണ്ട്. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായിത്തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കണേ. എന്നിട്ട് പൗലോസ്ലിഹ പറയുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ അനുവർത്തിച്ചു വരുന്ന ആ തത്വം നോക്കിയാട്ട് അതിൻ്റെ 13-ാമത്തെ വാക്യം, ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായിത്തീരുമെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊരു കാര്യവും ഞാൻ ചെയ്യുകയില്ല. അതുകൊണ്ട് മീൻസ് ഐഡൽ മീറ്റ്സ് എന്ന അർത്ഥം ഉണ്ടായിരുന്നു. ഐഡോലൊഥൈറ്റ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുക. ഐഡോലൊഥൈറ്റ എന്ന് പറഞ്ഞാൽ ഐഡൽ മീറ്റ്, വിഗ്രഹത്തിന് അർപ്പിച്ച മാംസം. പക്ഷേ അത് തന്നെ നമ്മൾ വില കൊടുത്തു വാങ്ങി ദൈവം എൻ്റെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിനും പരിചരണത്തിനും പോഷണത്തിനും വേണ്ടി നിയമിച്ചിരിക്കുന്ന ആഹാരമാണെന്ന നിലയിൽ ഭക്ഷിക്കുമ്പോൾ അതിനകത്ത് പിന്നെ ഒരു തിന്മയുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നു. നമ്മുടെ അയൽക്കാരുണ്ട്, നമ്മുടെ സ്നേഹിതന്മാരുണ്ട്, നമ്മുടെ ചാർച്ചക്കാരുണ്ട്. അവർ പലതരത്തിലുള്ള ആരാധനാ സ്ഥലങ്ങളിൽ പോവുകയും അവിടുന്ന് ദക്ഷിണകൾ, പ്രസാദം ഇത്യാദി കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും നമ്മളോടുള്ള സ്നേഹം കൊണ്ടും ബന്ധം കൊണ്ടും നമുക്ക് ചിലപ്പോൾ അത് വളരെ താല്പര്യമായി തരികയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സാധാരണമാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, അതിന് പൗലോസ്ലിഹ പറയുന്ന വിശദീകരണം കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഭക്ഷണം ഏതെങ്കിലും ഒരു ദേവസ്ഥാനത്ത് സമർപ്പിക്കപ്പെട്ടതാണെന്നുള്ളത് കൊണ്ട് ആ ഭക്ഷണത്തിനകത്ത് ഒരു തിന്മയും കടന്നുകൂടുന്നില്ല.
ഒരു തിന്മ അതിനകത്ത് കടന്നുകൂടുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി അയ്യോ ഇത് അന്യദേവൻ്റെ മുമ്പിൽ സമർപ്പിച്ചതാണ്, ഇതെനിക്ക് ഗുണകരമാവുകയില്ല, ഇതെനിക്ക് ദോഷം വരുത്തുന്നതായിരിക്കുമോ എന്ന അറപ്പോടും സംശയവിചാരത്തോടും കൂടി ഭക്ഷിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവനത് ഒഴിവാക്കണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഈ ഭക്ഷണം കൊണ്ടുതരുന്ന നമ്മുടെ സ്നേഹിതൻ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരൻ, നമുക്ക് സ്നേഹവും ബന്ധവുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവൻ, അദ്ദേഹം ഇതേ അത് വിശേഷപ്പെട്ടതാണെന്നും അത് ദേവസ്ഥാനത്ത് നിന്നും കൊണ്ടുവരുന്നതാണെന്നും വളരെ വിശേഷപ്പെട്ടതാണെന്നും ഒക്കെ പറഞ്ഞ് നമുക്കിങ്ങ് തരുമ്പോൾ നമ്മളത് വിശേഷപ്പെട്ടതാണോ എങ്കിൽ അതെനിക്ക് അനുഗ്രഹമാകുമല്ലോ എന്ന ആ വാക്കുകളോടും ആ മനോഭാവത്തിൽ നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്ത് മനസ്സിലാക്കും? ആ വ്യക്തി മനസ്സിലാക്കുന്നത് അദ്ദേഹം സേവിച്ചു പോരുന്ന ദൈവവും നമ്മൾ സേവിച്ചു പോകുന്ന ദൈവവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നും അദ്ദേഹം സേവിച്ചു പോരുന്ന ദൈവത്തിന് നമ്മെ അനുഗ്രഹിപ്പാൻ ശേഷിയുള്ളവനാണെന്നുമുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വരികയും സത്യദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അവനുണ്ടാകുവാൻ നമ്മളുടെ ആ പെരുമാറ്റം തടസ്സമാകുകയും ചെയ്യും. ഞാൻ പറയും, നിങ്ങൾക്ക് വ്യക്തമാകുന്നെന്ന് വിശ്വസിക്കട്ടെ. എന്നാൽ നമ്മൾ അദ്ദേഹത്തോട് പറയേണ്ടത്, പ്രിയപ്പെട്ട സ്നേഹിത, ഇത് ഇന്നതുപോലെ നിങ്ങൾ ഒരു പ്രസാദമായി കൊണ്ടുവന്നതാണെങ്കിലും ഇതിനൊരു കുഴപ്പവും ഇതിനകത്ത് തന്നെ ഒരു പ്രത്യേകതയുമില്ല. അത് അദ്ദേഹത്തോട് പറയണം. പ്രത്യേകതയില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടാകുമെന്നുണ്ടെങ്കിൽ നമ്മളത് പറയാതിരിക്കുക. കാര്യം അദ്ദേഹത്തെ മുറിപ്പെടുത്തരുത്. ആ സ്നേഹബന്ധത്തിന് വിഘാതമായ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു പ്രതികരണമോ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, സ്നേഹിത, അതെ ഞാൻ മറ്റൊരു സത്യദൈവത്തെ സേവിക്കുന്ന ഒരു ഭക്തനായ ദൈവ പൈതലാണല്ലോ, അതുകൊണ്ട് ഞാനിതങ്ങ് ഒഴിവാക്കുന്നത് നിങ്ങൾ എന്നോട് ദയവായി പൊറുക്കണം എന്ന് ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും അദ്ദേഹം അത് ചെയ്യുകയില്ല. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും നമ്മളങ്ങനെ എപ്പോഴും പറയുവാൻ അത് ഇടയായിത്തീരുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവം ഒന്നേ ഉള്ളൂ, ഏക സത്യ ദൈവമേ ഉള്ളൂ. എന്നാൽ ദൈവങ്ങൾ എന്ന നിലയിൽ ബഹുദൈവ വിശ്വാസത്തിൽ കഴിയുന്ന ഒത്തിരിയും പേരെ നമ്മുടെ സമൂഹത്തിൽ കാണാം. അവർ നല്ലവരും യോഗ്യരും മാന്യരുമായ ആളുകളാണ്. നമുക്കവരോട് സ്നേഹവും കരുതലുമേ ഉള്ളൂ. എന്നാൽ സത്യദൈവത്തെങ്കിലേക്ക് പാപപരിഹാരം പ്രാപിക്കുന്നതിനും ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് വരുന്നതിനും യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണമാണ് ഏക രക്ഷാമാർഗമെന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അതിന് തടസ്സമായുള്ള ഒരു പെരുമാറ്റവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആ അയൽക്കാരനെ സ്നേഹിച്ചും അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ ആദരിച്ചും അദ്ദേഹം വിശ്വസിച്ചു പോരുന്ന മതചിന്തകളെ നമ്മൾ വിമർശിക്കാതെയും എന്നാൽ അതേസമയം സത്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുവാൻ ഒരവസരം ഉണ്ടാകേണ്ടതിന് നമ്മൾ പ്രാർത്ഥനാപൂർവവും അദ്ദേഹത്തോട് കരുതലോടുകൂടിയും നമ്മൾ വളരെ ബുദ്ധിപൂർവവും കാര്യങ്ങൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെരുമാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ആരെയും നിന്ദിക്കുന്നവരാകരുത്. പ്രിയപ്പെട്ടവരെ, ഒരുവൻ്റെ വിശ്വാസം നമ്മൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അദ്ദേഹം വിലയിരുത്താനായി അവസരം കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ആരെയും നിന്ദിക്കുകയോ തരം താഴ്ത്തുകയോ പരിഹസിക്കുകയോ അങ്ങനെ ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് വരുന്നതിന് ഒരു വിഘാതമായുള്ള ഒരു പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ ദാനിയേലും ശദ്രക് മേശക് അബേദ്നെഗോ മീശായേൽ അനന്യാവ് മീശായേൽ അസരിയാവ്, അതായിരുന്നു അവരുടെ ഒറിജിനൽ പേര്, അവർ രാജാവ് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചില്ലല്ലോ, അവർ അത് ഒഴിവാക്കിയല്ലോ. പ്രിയപ്പെട്ട ഒരു കാര്യം മറക്കരുത്, അന്ന് ന്യായപ്രമാണം പ്രാബല്യത്തിലുണ്ട്, അത് നിവർത്തിച്ച് നീക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടു, അത് നീക്കപ്പെട്ടു. ഇന്ന് രാജകീയ ന്യായപ്രമാണത്തെ ആത്മീകവൽക്കരിച്ചിരിക്കുകയാണ്. ഇന്ന് വസ്തുവല്ല പ്രധാനം, അതിൻ്റെ അവസ്ഥയാണ് പ്രധാനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏത് ഭക്ഷണമാണെന്ന് പറഞ്ഞാലും എത്ര മൂല്യമുള്ളതാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായാലും പ്രിയപ്പെട്ടവരെ,
അത് അയോഗ്യമായ ഒരു വഴിയിലൂടെ നമ്മൾ നേടിയതാണെങ്കിൽ നമുക്കത് യോഗ്യമല്ല. അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് പ്രധാനം. സ്തോത്രം. ഞാൻ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ച് മുൻപോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മീയവൽക്കരിക്കപ്പെട്ട രാജകീയ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം എന്നൊക്കെ അതിവിധത്തിൽ പറയുന്നത്. വസ്തുവല്ല പ്രധാനം, വസ്തുവിൻ്റെ അവസ്ഥയും അത് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നവൻ്റെ മനോഭാവവുമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് ഉദ്ദേശ്യത്തോടെ അത് ചെയ്യുന്നു എന്നുള്ളത് ദൈവം മുമ്പിൽ പ്രധാനമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു വസ്തു, ഒരു കാര്യം നമ്മൾ ഒഴിവാക്കുന്നത്, അത് തരുന്ന ആളിന് എല്ലാം വ്യത്യാസമില്ലാത്തതാണെന്നും എല്ലാം ഒന്നാണെന്നുള്ളൊരു ചിന്ത വരാതിരിക്കാൻ അദ്ദേഹം സത്യവിശ്വാസത്തെയും സത്യവചനത്തെയും കുറിച്ച് ബോധ്യപ്പെടുവാൻ അവസരം ഉണ്ടാകേണ്ടതിനാണ് നമ്മളത് ഒഴിവാക്കുന്നതെങ്കിൽ അത് ദൈവപ്രസാദമുള്ളൊരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ ഏത് ഉദ്ദേശ്യത്തോടെ. പിന്നെ അടുത്ത ഒന്ന് നമ്മൾ ഓർക്കണം, ഞാൻ ഈ കാര്യം ഇത് ആത്മീയ വർധനവിന് ഉതകുന്നതാണോ എന്ന് ഓർക്കണം. അടുത്ത ഒന്ന്, ഇത് ദൈവസ്നേഹത്തിന് യോജിച്ചതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അടുത്തത്, ഇത് ആത്മീയ സഹോദരങ്ങളോടുള്ള കൂട്ടായ്മയ്ക്കും ഐക്യതയ്ക്കും ചേർന്നതാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അടുത്തത്, ഈ പൊതുവിലുള്ള ക്രിസ്തീയ സാക്ഷ്യത്തിനും ദൈവപൈതൽ എന്ന നിലയ്ക്കും യോഗ്യമാണോ എന്ന് നമ്മൾ നോക്കണം. ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും പൊതുവിലുള്ള ക്രിസ്തീയ സാക്ഷ്യത്തിന് നമ്മൾ വിശ്വസിച്ചു പോരുന്നതും സത്യമായിരിക്കുന്നതുമായ രക്ഷാമാർഗം, ആ രക്ഷാമാർഗത്തെ മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നതിന് സത്യമായ മാർഗമാണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്നതിന് തടസ്സമായ ഏതെങ്കിലും ഒരു കാര്യം എൻ്റെ ഈ പ്രവൃത്തിയിലൂടെ ഉണ്ടാകുമോ, അവരുടെ മനസ്സിൽ തെറ്റായ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാകുമോ, അതാണ് സ്തോത്രം. അതും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ ഇനി അടുത്ത് ഒന്ന് ഓർക്കേണ്ടത്, ഇത് ജഡത്തിൻ്റെ താല്പര്യമാണോ അതോ ആത്മാവിൻ്റെ താല്പര്യമാണോ? നമുക്കറിയാമല്ലോ, ഇത് ജഡത്തിൻ്റെ താല്പര്യമാണോ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയം, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വസ്ത്രധാരണവും അലങ്കാരങ്ങളും ഒക്കെ എടുക്കുമ്പോൾ ഇത് ജഡത്തിൻ്റെ താല്പര്യം, ജഡത്തെ പ്രീണിപ്പിക്കുന്നതിനാണോ അതോ ആത്മാവിൻ്റെ താല്പര്യമാണോ എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ആത്മാവിൻ്റെ താല്പര്യമാണോ എന്ന് പരിഗണിക്കണം. പിന്നെ അടുത്ത ഒന്ന് നമ്മൾ ഓർക്കേണ്ടത്, പഴയ പാപപ്രകൃതത്തിൻ്റെ താല്പര്യമാണോ അതോ ഈ ശരീരത്തിൻ്റെ ആവശ്യമാണോ? സ്തോത്രം. പഴയ പാപപ്രകൃതത്തിൻ്റെ താല്പര്യം കൊണ്ടാണോ ഞാനിത് ചെയ്യുന്നത്? എൻ്റെ പഴയ പരിചയം എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ എല്ലാ വർഷവും അത് ചെയ്യുമായിരുന്നു, ഇന്നിപ്പോൾ ഞാൻ വിശ്വാസത്തിൻ്റെ ഒരു പുതിയ ചുവട് ഞാൻ എടുത്തിരിക്കുമ്പോൾ ഇനി ഞാനത് എടുക്കാതെ, ഞാൻ എല്ലാ വർഷവും ആചരിച്ചു പോന്നിരുന്നു, ഞാൻ ചെയ്യാതെ പോയാൽ അതെന്തെങ്കിലും ദോഷം ചെയ്യും. നീ എന്തിനാ സംശയിക്കുന്നത്? അങ്ങനെ അതിങ്ങനെ സംശയിക്കണം. പഴയ പരിചയത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണോ, പഴയ പാപപ്രകൃതത്തിൻ്റെ താല്പര്യത്തിനാണോ നമ്മളത് ചെയ്യുന്നത്? നമ്മൾ ഓർക്കണം. അടുത്ത ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നുവോ അതോ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുവോ? പ്രിയപ്പെട്ടവർ, എൻ്റെ കൂട്ടു സഹോദരന്, എന്നെ അതേ വിശ്വാസപ്രമാണം പിന്തുടരുന്ന കൂട്ടു സഹോദരന് ഇത് ഇടർച്ചയാകുന്നുവോ? ഏതെങ്കിലും ഒരു സഹോദരൻ ഇടർച്ചയാകുമെങ്കിൽ ഞാൻ അങ്ങനെയുള്ളത് ഒഴിവാക്കണം. അങ്ങനെ അപ്പോൾ സംശയ വിചാരങ്ങളെ നമ്മൾ വിധിക്കരുത്. ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, മറ്റവൻ ചിലത് മാത്രം തിന്നാമെന്ന് വിശ്വസിക്കുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തര ദാസനെ വിധിപ്പാൻ നീ ആർ? പ്രിയപ്പെട്ടവർ, നമ്മൾ ഓർക്കണം, അത് ദൈവസഭയ്ക്കകത്തുള്ള കാര്യമാണ് പറയുന്നത്. ഓരോരുത്തരും ദൈവത്തിൻ്റെ ദാസനാണ്. ഞാൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നത് പോലെ എൻ്റെ കൂട്ടു സഹോദരനും ദൈവത്തിൻ്റെ ദാസനാണ്. ഞാൻ അവനെ പരിഹസിക്കുവാൻ എനിക്ക് അനുവാദമില്ല. നമുക്ക് പൊതുലോകത്തിലുണ്ടല്ലോ, ഈ ഓഫീസിലൊക്കെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. പ്രോട്ടോക്കോൾ, ആ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് അവിടെ പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരേ തലത്തിൽ ഒരേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളായി ഒരേ ജീവിതചര്യയിൽ പിന്തുടരുന്ന ദൈവമക്കളാകുന്ന നമ്മൾ ഒരുവൻ വേറൊരുവനെ വിധിക്കാൻ പോകരുത്. ഒരു തെറ്റ് മറ്റവൻ്റെ ജീവിതത്തിൽ കണ്ടാൽ എൻ്റെ സഹോദരൻ എന്ന നിലയിൽ സ്നേഹത്തോടെ അവനെ തിരുത്തി അവനെ ആ തിരുത്തലിന് വേണമെങ്കിൽ വിധേയപ്പെടുത്താം. അല്ലാതെ ഞാൻ അവനെ വിധിക്കുവാൻ പാടില്ലാത്തതാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുത്തുന്നതും വിധിക്കുന്നതും രണ്ടാണ്. തിരുത്തുന്നത് തെറ്റിനെയാണ്, വിധിക്കുന്നത് വ്യക്തിയെയാണ്. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വിശ്വസിക്കട്ടെ. നമ്മൾ ഒരു എൻ്റെ സഹോദരനിൽ ഒരു തെറ്റായ ഒരു നടപടി കണ്ടാൽ ഞാൻ സ്നേഹത്തോടെ ആ തെറ്റ് തിരുത്തുകയാണ്.
ഞാനെന്നാൽ അവനെ വിധിച്ച് തള്ളുകയല്ല. വിധിച്ച് തള്ളരുത്, തെറ്റ് സ്നേഹത്തോടെ തിരുത്താം. സ്തോത്രം. അതാണ് വിധിക്കരുതെന്ന് പറയുമ്പോഴത്തേന് ആരെന്നെ കാണിച്ചാലും ഞാനൊന്നും പറയുന്നത് വിധിക്കരുതെന്നുണ്ടല്ലോ. അവൻ ചെയ്തതിനെ ഞാനൊന്നും മിണ്ടുന്നില്ല, അവൻ്റെ ഇഷ്ടം പോലെ പോകും. അയ്യേ, അത് സ്നേഹത്തിന് യോജിച്ചതല്ല, അത് ആത്മീയ കൂട്ടായ്മയ്ക്ക് ചേരുന്നതല്ല. നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവനെ ഗുണദോഷിക്കയില്ലേ? അതും സ്നേഹത്തോടെയാണല്ലോ. നാം ആ വ്യക്തിയെ കരുതുകയും വ്യക്തിയിൽ എന്തെങ്കിലും ഒരു ബലഹീനതയോ തെറ്റോ ഉണ്ടായാൽ അത് സ്നേഹത്തോടെ തിരുത്തി കൊടുക്കുവാനായിട്ട് ഉത്സാഹിക്കുകയും ചെയ്യണം. നമ്മുടെ കൂട്ടുസഹോദരനെ നമ്മൾ വിധിക്കരുത്, എന്നാൽ ഒരു ടീം സ്പിരിറ്റോടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിൽ പോകുന്നത് കൊണ്ട് സ്നേഹത്തോടെ ആ വ്യക്തിയെ നേർവഴിക്ക് നടത്തുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് സ്നേഹബന്ധമാണ്. മറ്റൊരു ദാസനെ വിധിപ്പാൻ നീയാർ, അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കും താനും, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഒന്നാമത് അവന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവേ, എൻ്റെ ആ സഹോദരൻ ഇന്ന ഒരു തെറ്റിൽ പോകുന്നു, തിരുമേനി അവനോട് കരുണ കാണിക്കുകയും അതവന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. എന്നാൽ ദൈവാത്മാവ് അതവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് ഒരു ഉൾപ്രേരണ തന്നാൽ നമ്മൾ ചെന്ന് സ്നേഹത്തോടെ അതവന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുകയും ചെയ്യണം. സ്തോത്രം. അത് വ്യക്തിയെ വിധിച്ച് തള്ളരുത്, സ്നേഹത്തോടെ ആ വ്യക്തിയെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ആ കൂട്ട് സഹോദരൻ എന്ന നിലയിൽ ആ സ്നേഹബന്ധത്തിൽ നമുക്ക് ചുമതലയും കടപ്പാടുമുണ്ട്. സ്തോത്രം. ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ പെരുമാറണമെന്ന് പൗലോസ് പറയുന്നു. ഇത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപാധിയായിരിക്കും. ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, വളരെ സങ്കീർണമായൊരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ സഭാബന്ധത്തിലും ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലും ഞങ്ങൾ പലപ്പോഴും കർത്താവെ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തീയ സ്നേഹവും മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലും കർത്താവ് ക്രിസ്തീയ സാക്ഷ്യത്തിന് അനുകൂലമായ നിലപാടും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെപ്പോഴും അനുവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിജ്ഞാനത്തോടെ കൂട്ടുസഹോദരനുള്ള സ്നേഹത്തോടെ കർത്താവെ ഞങ്ങളുടെ സമൂഹത്തോട് ഞങ്ങളുടെ കടപ്പാട് ഞങ്ങൾ മറക്കാതെ കർത്താവെ ഞങ്ങളെപ്പോഴും പരിജ്ഞാനത്തോടും ദൈവകൃപയോടും കൂടെ പെരുമാറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മഹത്വത്തോടെ നെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ പ്രിയ പിതാവേ. ആമേൻ.